أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور ويستعجلونك بالعذاب ولن يخلف الله وعده وإن يوما عند ربك كألف سنة مما تعدون وكأي من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1084 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 46 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലം യസീറൂ ഫിൽ അർദി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور ويستعجلونك بالعذاب ولن يخلف الله وعده وإن يوما عند ربك كألف سنة مما تعدون وكأي من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 46 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജില് നടന്നു വരുന്ന ചർച്ച ഈ ഭാഗത്ത് വിശേഷിച്ച് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടഞ്ഞു നിന്നിരുന്ന അദ്ദേഹത്തെയും അനുയായികളെയും വളരെ കൂടിയ വിധത്തിൽ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരുടെ നിഷേധപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിൽ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ട് അവർക്കെതിരിലൊരു നടപടി ഉണ്ടാവുന്നില്ല എന്ന ഒരു ചോദ്യം അവര് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുർആന്റെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അവരെ താക്കീത് ചെയ്യുന്നുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അവർക്കെതിരിൽ അള്ളാഹുവിന്റെ നടപടി തീർച്ചയായും ഉണ്ടാകും എന്നൊക്കെയുള്ള വിധത്തിൽ. പക്ഷെ ഞങ്ങൾ വർഷങ്ങൾ തന്നെ ഈ പ്രവാചകൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന ആളെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാവാതെ അതിനെതിരിൽ നിലകൊള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല? ഇയാളൊരു പ്രവാചകനാണെങ്കിൽ ആ താക്കീത് ചെയ്യപ്പെടുന്ന നടപടി അങ്ങ് സ്വീകരിച്ചാൽ എന്താണ്? അതങ്ങ്
നിലവിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയാൽ എന്താണ് എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്കാണ് അള്ളാഹുവിന്റെ ദൂതനെ കളവാക്കുന്ന കാര്യം പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ട്. ഈ കൂട്ടര് പ്രവാചകരെ താങ്കളെ കളവാക്കുന്നുവെങ്കിൽ, താങ്കളെ നിഷേധിക്കുന്നുവെങ്കിൽ, ഇതിനു മുമ്പ് നൂഹിന്റെ ജനത ഇതേ വിധത്തില് പ്രവാചകനെ കളവാക്കിയിട്ടുണ്ട്. ആദ് സമൂഹവും സമൂദ് സമൂഹവും ഒക്കെ തന്നെ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സമൂഹവും ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹവും അതേ വിധത്തില് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മദിയൻകാരും ഈ പാതയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മൂസ അലൈഹി ഇസ്ലാമും കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഫഅംലൈതുലിൽ കാഫിരീന. അപ്പൊ ഇവരുടെയൊക്കെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച ഒരു നടപടി, അവർക്ക് അള്ളാഹു അവരുടെ അവസരം അങ്ങ് കൊടുത്തു. അവരുടെ അവധി എത്തുന്നത് വരെ അവർക്ക് സാവകാശം നൽകി നിഷേധികൾക്ക്. എന്നിട്ടോ സുമ്മഅഖദ്തുഹും, പിന്നീട് ഞാൻ അവരെ പിടികൂടുകയുണ്ടായി. അപ്പോ ഫകൈഫകാന നകീർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ശിക്ഷാ നടപടി? നിങ്ങൾക്ക് ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്താവുന്നതേ ഉള്ളൂ. പല ആസാറുകളും നിങ്ങളുടെ മുന്നിലുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എത്രയെത്ര നാടുകളെ അവര് ധിക്കാരികളായി മാറിയപ്പോ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ മേൽക്കൂരകൾ അവരുടെ മേൽ മറിഞ്ഞു വീഴുന്ന വിധത്തില്, അല്ലെങ്കിൽ ആ നാടുകള് അടിമേൽ മറിയുന്ന വിധത്തില് അവരുടെ മേൽ നടപടി ഉണ്ടായത്. അതുപോലെ വളരെ പ്രൈസ്ഡ് ആയിട്ട് ആളുകൾ പരിഗണിക്കുന്ന അവരുടെ ഏറ്റവും അമൂല്യമായ ഒരു സംഗതിയായിട്ട് അവർ കാണുന്ന അവരുടെ കിണറുകളെ ഉപേക്ഷിച്ചുകൊണ്ട് എത്രയെത്ര നാടുകളാണ് വിജനമായി മാറിയിട്ടുള്ളത്. വഖസ്രിൻ മശീദ്, വളരെ സുശക്തമായ വിധത്തില്, സുഭദ്രമായ വിധത്തില് നിർമ്മിക്കപ്പെട്ട എത്രയെത്ര കൊട്ടാര സമാനമായ ഭവനങ്ങളാണ് അതിന്റെ ഉടമകള് ഉപേക്ഷിച്ച് പോവുകയുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ചരിത്രത്തിലെ ആധാറുകളാണ്. നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നടപടി യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 3 ആയത്തുകൾ വരുന്നത്. അള്ളാഹു ഒരു ചോദ്യ രൂപത്തിലാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. ഇവരെന്തേ ഭൂമുഖത്ത് ഒട്ടും സഞ്ചരിച്ചിട്ടില്ലേ? അഫലം യസീറു ഫിൽ അർളി, അവര് ഭൂമുഖത്ത് സഞ്ചരിക്കുകയുണ്ടായിട്ടേ ഇല്ലേ? ചരിത്രത്തിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു കണ്ണു തുറപ്പിക്കുന്ന ബോധ്യം ഉണ്ടാകുന്ന വിധത്തില് ഇവർക്ക് ഭൂമുഖത്ത് എവിടെയും സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ലേ എന്നതാണ് ചോദ്യം. അഫലം യസീറു ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ലേ എന്ന്. ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, എന്താണ് അതുകൊണ്ടുള്ള ഗുണം? കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന മനസ്സവർക്ക് അതിന്റെ ഫലമായിട്ടുണ്ടാവും. അങ്ങനെ കാര്യങ്ങൾക്ക് കൂർമ്മതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മനസ്സ്, വളരെ ഷാർപ്പൻഡ് ആയിട്ടുള്ള സെൻസിബിലിറ്റി ഉള്ളവരായി മാറുന്ന വിധത്തിൽ ഇവർക്ക് ഭൂമുഖത്ത് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഭൂമിയിൽ 4 ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുള്ള ഒരാളും ഈ വിധത്തിലുള്ള നിഷേധപരമായ നിലപാട് സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി ഉണ്ടാവുകയില്ല, താക്കീത് ചെയ്യപ്പെട്ട കാര്യം ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന മൂഢമായ കാര്യമൊന്നും ഒരാളും പറയാൻ മുതിരുകയില്ല. അവര് ഭൂമുഖത്തൂടെ അല്പം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ സഞ്ചരിക്കുകയുണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇവരൊട്ടും ചെയ്തിട്ടില്ലേ എന്നാണ് ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്.
അഫലം യസീറു ഫിൽ അർള്, അവര് ഭൂമിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹ, അവർക്ക് അഖൽ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൾ ഉണ്ടാവുക എന്ന വിധത്തിൽ. ഭൂമിയിലൂടെ യാത്ര ചെയ്ത സഞ്ചാരം ഇന്നും അങ്ങനെയാണ്. ഒരുപക്ഷെ ഏറ്റവും തികവാർന്ന, ഏറ്റവും മികവാർന്ന ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ യാത്രയാണ്. അത് സ്വന്തം നാടുകളിലായാലും ഭൂമുഖത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക്, വിവിധ വൻകരകളിലേക്കൊക്കെ യാത്ര ചെയ്തതായാലും ആളുകൾ അതിലൂടെ വലിയ വൈജ്ഞാനികമായ വളർച്ച നേടും, ബുദ്ധിപരമായ വളർച്ച നേടും. അവർക്ക് ദൈക്ഷണികമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എപ്പോഴും ഭൂമുഖത്തെമ്പാടുമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിലും തിരിച്ചറിവിലും അതിലുള്ള അപഗ്രഥന പാടവത്തിലും ഒക്കെ മറ്റുള്ളവരെക്കാൾ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിടത്തില് തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഭാഷയിൽ അതിന് കൂപ്പമണ്ഡൂകങ്ങൾ എന്നാണ് പറയാറ്, കിണറിലെ തവള എന്ന അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകപരിചയമില്ല. ലോകത്ത് പല ഭാഗങ്ങളിലും നടക്കുന്ന സംഭവങ്ങള്, ആളുകളുടെ ശീലങ്ങള്, രീതികള്, സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങള്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടാവുകയില്ല. ഇന്ന് ഈ പറയുന്നതിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകം മുഴുവനും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. ലോകത്തിന്റെ മിക്കവാറും ഏത് മുക്കുമൂലകളിലും നമുക്ക് വളരെ സൂക്ഷ്മമായി അരിച്ചു പെറുക്കി കാണാൻ കഴിയുന്ന വിധത്തില് ഇന്ന് അതൊക്കെ വീഡിയോഗ്രാഫിലാണ്. അതൊക്കെ നമുക്ക് കാണാനും സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ യാത്ര ചെയ്യുന്നവരെക്കാൾ വീട്ടിലിരുന്നു കൊണ്ട് വിരൽത്തുമ്പില് ഓരോ സൂക്ഷ്മമായ പ്രദേശങ്ങളെയും സൂക്ഷ്മമായിട്ട് വിലയിരുത്തി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തില് സാങ്കേതിക വിദ്യ വളർന്നിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഖുർആന്റെ ഈ ചോദ്യം ഈ വിധത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള സകല യാത്രകളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അഫലം യസീറു ഫിൽ അർള്, ഭൂമുഖത്ത് ഇവര് യാത്ര ചെയ്തിട്ടേ ഇല്ലേ എന്നാണ് ചോദ്യം. ഇത് പല വിധത്തിലുണ്ട് ഈ യാത്ര. നമുക്ക് പിന്നിട്ട കാലങ്ങളിലെ അതുപോലെ വിദൂരമായ പ്രദേശങ്ങളിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു സ്രോതസ് ഇന്ന് ചരിത്ര രേഖകളാണ്. ചരിത്രരേഖകള്, അതുപോലെ പുരാവസ്തുക്കൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഇടങ്ങള്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ പിന്നിട്ട നാളുകളെ കുറിച്ചുള്ള ധാരണ ലഭിക്കാൻ ഉപകരിക്കുന്ന സംഗതികളാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതും ഖുർആൻ ഇവിടെ ഉപയോഗിക്കുന്ന യാത്രയുടെ പരിധിയിൽ വരുന്നതായിട്ട് കാണാം. ചരിത്ര വായന, പുരാവസ്തുക്കളെ കുറിച്ചുള്ള ധാരണ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. എന്താണോ യാത്ര കൊണ്ട് നമ്മൾ നേടുന്നത് അതൊക്കെ വേറെ പല രീതിയിലും ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെയും യാത്രയുടെ അർത്ഥതലത്തില് ഉൾക്കൊള്ളുന്ന കാര്യമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ചരിത്ര വായന യാത്രയാണ്, അതുപോലെ പുരാവസ്തുക്കൾ നിരീക്ഷിക്കുന്നത് യാത്രയാണ്, അതുപോലെ ഭൂമുഖത്ത് പല വിധത്തിലും സഞ്ചരിക്കുന്നതും യാത്രയാണ്. ഇതൊക്കെ യാത്രയുടെ വിവിധ രൂപങ്ങളായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യൂട്യൂബിൽ ലഭ്യമായ വളരെ വീഡിയോസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ഭൂപ്രദേശങ്ങളെയും കുറിച്ച് അവിടെ യാത്ര ചെയ്ത ആളുകളുടെ സഞ്ചാര പദങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടുള്ള സംഗതികൾ കാണാൻ കഴിയും. അതും നമുക്ക് ഈ വിധത്തിൽ പ്രയോജനപ്പെടുന്ന സംഗതികളാണ്. ചിലപ്പോ നമ്മളുടെ അന്വേഷണപരത എത്താത്ത പല മേഖലകളിലേക്കും എത്താൻ സാധിച്ചവരുടെ ഇത്തരം വീഡിയോ ഡോക്യുമെന്റേഷൻ ഒക്കെ നമുക്ക് ഏറെ ഉപകരിക്കും. അപ്പൊ അള്ളാഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ചരിത്രത്തിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിട്ട് പിന്നിട്ട കാലത്തിലേക്കും പിന്നിട്ട വിദൂര ഭൂപ്രദേശങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടും നിങ്ങൾ ഇതേ അഭിപ്രായക്കാരാണോ? അള്ളാഹുവിന്റെ നടപടി ഒരിക്കലും ഉണ്ടാവുകയില്ല, പ്രവാചകന്മാര് നൽകിയ താക്കീതുകൾ ഒരിക്കലും പുലരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായം നിങ്ങൾക്ക്
വെച്ചു പുലർത്താൻ സാധിക്കുമോ എന്നതാണ് ഈ ചോദ്യത്തിന്റെ മുഖ്യമായ അകക്കാമ്പ് എന്ന് കാണാൻ കഴിയും. അഫലം യസീറു ഫിൽ അർദി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബി. ഭൂമുഖത്തൂടെ അവര് സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ, അതിന്റെ ഫലമായിട്ട് അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാകുന്ന വിധത്തിൽ. ഇതാണ് ചോദ്യം. അപ്പോ ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മാനസിക വളർച്ച ഉണ്ടാവും, നമുക്ക് അക്കല് വർദ്ധിക്കും, ഹൃദയങ്ങള് പലതിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വികാസവും അതുപോലെ തന്നെ വളർച്ചയൊക്കെ നേടും. നമ്മള് ഇപ്പം ഗാർഹികവും അതുപോലെ തന്നെ കുടുംബപരവും ഒക്കെയായ ജീവിത സാഹചര്യങ്ങളിൽ ധാരാളം യാത്ര ചെയ്ത ആളുകൾ എടുക്കുന്ന നിലപാടുകളും എവിടെയും പോയിട്ടില്ലാത്ത, ലോകപരിചയമില്ലാത്ത ഒരാൾ എടുക്കുന്ന നിലപാടുകളും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാം. വലിയ വിശാലതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സന്നദ്ധത കാണിക്കുന്നവരായിരിക്കും യാത്ര ചെയ്യുന്ന ആളുകൾ. അതേസമയത്ത് അങ്ങനെ നമ്മള് ജീവിക്കുന്ന ആ ചുറ്റുപാടിലെ സംസ്കാരം, രീതി, ആചാരം അതല്ലാത്ത ഒരു സംഗതിയും പാടില്ല എന്ന വിധത്തിലുള്ള നിലപാടെടുക്കുന്നവരായിരിക്കും അങ്ങനെ യാത്ര ചെയ്യാത്ത ആളുകൾ. അപ്പോ ഇത് നമുക്ക് പരിചയമുള്ള നിത്യജീവിതത്തിലെ അനുഭവങ്ങളാണ്. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന, പരോക്ഷമായിട്ട് നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതി, ജേണി എന്നത് ഒരു വലിയ എഡ്യൂക്കേഷൻ ആണ് എന്നത് കൂടിയാണ്. ആ ഒരു ആശയം അതിൽ ഉൾച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാത്ര ചെയ്യുന്നത് വലിയൊരു എഡ്യൂക്കേഷനാണ്, വലിയൊരു വിദ്യാഭ്യാസമാണ്. ഒരുപക്ഷെ ഒരു PhD ചെയ്യുന്നതിനേക്കാൾ ഒരാൾക്ക് വൈജ്ഞാനികമായ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കുന്ന സംഗതിയായിരിക്കും അയാള് ലോകത്തെ വിദൂരമായ പല ഇടങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതും അത്തരം പ്രദേശങ്ങളിലെ ആളുകളുമായി ഇടപഴകലുകൾ ഉണ്ടാകുന്നതും അതുപോലെയുള്ള സാംസ്കാരികമായ പല പങ്കുവെക്കലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ. അപ്പോ വലിയ ഒരു വൈജ്ഞാനികമായ അതുപോലെ ദൈക്ഷണികമായ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് യാത്ര എന്നത് അള്ളാഹുവിടെ ഈ ആയത്തില് ഉൾപ്പെടുത്തിയ ഒരു ആശയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫതകൂനലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. ഇതിലടങ്ങിയിട്ടുള്ള ഒരു സങ്കീർണത പലരും ചൂണ്ടിക്കാണിക്കാൻ ഒരു പക്ഷേ മുതിരാനിടയുള്ള ഒരു സംഗതി ഖുലൂബുൻ യഅഖിലൂന ബിഹാ എന്നാണ്. ഖുലൂബുൻ യഅഖിലൂന ബിഹാ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്ന ഹൃദയങ്ങൾ എന്നാണ് ആ വാക്ക് നേർക്ക് നേരെ സജസ്റ്റ് ചെയ്യുന്ന ആശയം. അപ്പൊ ഹൃദയങ്ങളിലാണോ അഖില് പ്രവർത്തിക്കുന്നത്, ബുദ്ധിപരമായ ഒരു വിലയിരുത്തലും പ്രോസസ്സിങ്ങും ഹൃദയങ്ങളിലാണോ, അത് തലച്ചോറിലല്ലേ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ആലോചനകളും ചോദ്യങ്ങളും ഉയരും. യഥാർത്ഥത്തില് ഖുർആൻ ഒരു പൊതു അർത്ഥത്തിലാണ് ഖുലൂബ് എന്നത് ഇവിടെ ഉപയോഗിക്കുന്നത്. മനുഷ്യ മനസ്സാണ് അതുകൊണ്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ മനസ്സ് എന്നൊരു അവയവം ശരീരത്തിലില്ല. നമുക്കങ്ങനെ ഒരു അവയവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് മനസ്സെന്ന് പറയാൻ കഴിയില്ല. തലച്ചോറിലാണോ, ഹൃദയത്തിലാണോ, രക്തചംക്രമണത്തിന്റെ ആ പ്രോസസ്സിൽ എവിടെയോ ആണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സംഗതിയാണ് മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്ന ഇടം. എവിടെയാണ് അത് എന്നുള്ളത് ആർക്കും അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ ഖുർആൻ പരോക്ഷമായിട്ട് ഒരു സൂചന നൽകുന്നത് അത് ഖുലൂബാണ് എന്നുള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ടും ഹൃദയമാണെന്ന് നമുക്ക് പറയാനും വയ്യ. കാരണം ഖുലൂബിന് അറബിയില് വിശേഷിച്ച് ഖുർആന്റെ പശ്ചാത്തലത്തില് മനസ്സ് എന്ന അർത്ഥത്തില് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതൊരു പൊതു പ്രയോഗമാണ് എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ആയത്തിനെ മനസ്സിലാക്കാൻ. അത് ഹൃദയവും ആകാം. ഹൃദയം നിലച്ച ഒരാളുടെ മനസ്സ് പ്രവർത്തിക്കുകയോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ രക്തം ഹൃദയത്തിലേക്കുള്ള പ്രവാഹം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൃദയം പ്രവർത്തിക്കുകയോ മനസ്സ് പ്രവർത്തിക്കുകയോ എന്നതൊക്കെ. അപ്പൊ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് മനുഷ്യന്റെ ദിഷണ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ
അല്ലെങ്കിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന മനസ്സിന്റെ ഒരു ഒരു തട്ടകം, ഒരു മേഖല എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുക. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മെന്റൽ പ്രോസസ്സിംഗ് എന്നത്, അതുപോലെ ഭാഷാപരമായ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നടക്കുന്നത് എവിടെയാണ്? അത് തലച്ചോറിലാണോ, ബ്രെയിനിലാണോ, ഹാർട്ടിലാണോ, അല്ലെങ്കിൽ ബ്ലഡിലാണോ? ഇതൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ലാംഗ്വേജ് കോർട്ടെക്സ്, ലാംഗ്വേജിന്റെ പല ഓപ്പറേഷൻസും തലച്ചോറിന്റെ, ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്നതായിട്ട് ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും തലച്ചോറിന് ഒരു നിയന്ത്രണമുണ്ട്. ഇപ്പൊ നമ്മള് കൈയിന്റെ ചലനം നിയന്ത്രിക്കണ തലച്ചോറിന്റെ ഒരു ഭാഗമല്ലേ? നമ്മുടെ ചുണ്ടുകള് സംസാരിക്കുമ്പോൾ പ്രത്യേക രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. തലച്ചോറിന് ഡാമേജ് ഉണ്ടായാൽ ഈ സംസാരിക്കാനൊക്കെ നമ്മളിങ്ങനെ കഠിനമായി പ്രയത്നിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ ചുണ്ടുകളോ അല്ലെ നാവോ ചലിച്ചൊള്ളുന്നില്ല. അപ്പൊ സംസാരം നിലയ്ക്കും. സംസാരം വികലമായതായി, വൈകൃതമുള്ളതായിട്ട് മാറും. അപ്പൊ തലച്ചോറിന് ഈ വക എല്ലാ പ്രവർത്തനങ്ങളിലും നിയന്ത്രണമുണ്ട്. ആസ്വാദനത്തില്, ആനന്ദത്തില്, സുഖം അനുഭവിക്കുന്നതില്, വേദന അനുഭവിക്കുന്നതിലൊക്കെ തലച്ചോറിന് നിയന്ത്രണമുണ്ട്. അതേപോലെ തന്നെയാണ് ഭാഷയുടെ പ്രോസസ്സിങ്ങിലും മെന്റൽ പ്രോസസ്സിങ്ങിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അത് തലച്ചോറിലാണ് എന്ന് പറയാൻ വയ്യ. തലച്ചോറിന് അത് പ്രോസസ് ചെയ്യാത്ത ഒരു സംഗതിയും ശരീരത്തിലില്ല. വേദന അറിയുന്നതും സുഖം അറിയുന്നതും ദുഃഖം അറിയുന്നതും രുചി അറിയുന്നതും ഒക്കെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന സംഗതിയൊക്കെ. അപ്പോ ഖുർആൻ ഇവിടെ പൊതു അർത്ഥത്തില് ഖുലൂബ് എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഖുർആന്റെ ഈ പ്രയോഗം കൂടുതൽ നമ്മളെ എൻലൈറ്റൻഡ് ആക്കുന്ന വിധത്തിലുള്ള ചില സൂചനകൾ അടങ്ങിയതായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരും. അത് ഡിപ്പെൻസ്, എത്രത്തോളം നമ്മുടെ പഠനം ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ മനഃശാസ്ത്ര പഠനത്തിലൊക്കെ തന്നെ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യന്റെ ഭാഷയാണ്, അല്ലെങ്കിൽ അത് വെർബൽ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, ശരീരഭാഷ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഷ, വെർബൽ ലാംഗ്വേജും ബോഡി ലാംഗ്വേജും. ഈ രണ്ട് സംഗതിയെ വിലയിരുത്തിക്കൊണ്ടാണ് ഒരാളുടെ മാനസികമായ അവസ്ഥയെ മനഃശാസ്ത്രജ്ഞര് അടയാളപ്പെടുത്താറുള്ളത്. വേറെ വഴിയൊന്നുമില്ല. മനസ്സ് കീറി മുറിച്ച് നോക്കാൻ കഴിയുന്ന വിധത്തിലൊരു അവയവമായിട്ട് ശരീരത്തിൽ ഇല്ല. അതുകൊണ്ട് അത് മാനസിക പ്രശ്നങ്ങളെ, സൈക്യാട്രിക് ഡിസോർഡറിനെയൊക്കെ ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ രണ്ട് സംഗതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അവരുടെ സംസാരം എങ്ങനെയുണ്ട്, അവരുടെ ശരീരചേഷ്ടകൾ എങ്ങനെയാണ് എന്നതിനെ വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പോ നമ്മൾക്ക് കൃത്യമായിട്ട് അത് തലച്ചോറിലാണ്, ഹൃദയത്തിലാണ് എന്നൊന്നും പറയാൻ വേണ്ട ശാസ്ത്രീയമായ അറിവ് ഇതിനകം ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോ അള്ളാഹുവോട് ചോദിക്കുന്നത്, ഇവര് ഭൂമുഖത്തൂടെ യാത്ര ചെയ്യുകയേ ഉണ്ടായിട്ടില്ലേ? അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ എന്നതാണ് ചോദ്യം. ഔ ആദാനി യസ്മഊന ബിഹ, അതല്ലെങ്കിൽ അവരുടെ കാതുകൾ, കേൾക്കുന്ന വിധത്തിലുള്ള കാതുകൾ ഉണ്ടാകുന്ന ഒരു ഫലം ഉണ്ടാകുന്ന വിധത്തിൽ ഇവർ യാത്ര ചെയ്തിട്ടേ ഇല്ലേ? കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള കഴിവ് ആർജിക്കുന്ന വിധത്തില്, അത്തരം ഫലങ്ങൾ ഉളവാക്കുന്ന വിധത്തിൽ ഇവര് ഒട്ടും യാത്ര ചെയ്തിട്ടേ ഇല്ലേ എന്നതാണ് ചോദ്യം. അപ്പൊ കേൾക്കുക എന്നത് പലരും കേൾക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആളുകള് ദിനേന ബാങ്ക് കേൾക്കുന്നില്ലേ? അതിനെക്കുറിച്ച് ഒരു ആലോചനയില്ലാത്ത എത്ര ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. ദിനേന ബാങ്ക് 5 നേരം കേൾക്കുന്നുണ്ടാവും. അതിൽ പറയുന്നത് വലിയൊരു പ്രഖ്യാപനമാണ് അതിൽ നടക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ കേന്ദ്ര ആശയം. അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു
അതുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്നാണ് അവിടെ ആഹ്വാനം ചെയ്യപ്പെടുന്ന വാക്കിലൂടെ. ഇത് കേൾക്കുന്ന കാതുകളിൽ വന്ന് പതിയുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് അത് ഉൾക്കൊള്ളാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ അത് കാരണമാകുന്നില്ല പലരുടെയും കാര്യത്തിൽ എന്നതാണ് ഒരു വസ്തുത. അപ്പോ കേൾക്കുക എന്നത് അത് ഉൾക്കൊള്ളുന്ന വിധത്തില്, ഗ്രഹിക്കുന്ന വിധത്തില്, മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് ആണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഭൂമുഖത്തൂടെ യാത്ര ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹൃദയവും അതുപോലെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാതുകളും ഒക്കെ ഉള്ളവരാകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലേ എന്നതാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹു ഒരു ഘനഗംഭീരം പ്രസ്താവനയാണ് തുറന്നു നടത്തുന്നത്. അബ്സാർ, കാരണം നിശ്ചയമായിട്ടും കണ്ണുകളെയല്ല കൂട്ടരെ അന്ധത ബാധിക്കുന്നത്, അബ്സാറിനെ അല്ല. അബ്സാർ എന്നുള്ള ബസറിന്റെ ബഹുവചനാണ്. ദൃഷ്ടികള് അല്ലെങ്കിൽ കാഴ്ച ശേഷി, കണ്ണുകളുടെ വൈഭവം. അപ്പോ കണ്ണുകളെ അല്ല അന്ധത ബാധിക്കുന്നത് എന്ന ഒരു അതിഗംഭീരമായ പ്രസ്താവനയാണ് ഖുർആനോട് നടത്തുന്നത്. എന്തിനെയാണ് അന്ധത ബാധിക്കുന്നത്? വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ, മറിച്ച് നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളിൽ അന്ധത ബാധിച്ച ആളുകൾ പലതും കാണുന്നുണ്ടാവും, അതൊന്നും അവർക്ക് പ്രയോജനം ചെയ്യില്ല. പലതും അവർ കേൾക്കുന്നുണ്ടാവും, അതൊന്നും അവർക്ക് പ്രയോജനം ചെയ്യില്ല. അപ്പോ അവർ അന്ധത ബാധിച്ച ആളുകളാണ്. ഡോക്ടറെ അടുത്ത്, ഓഫ്തൽമോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചാല് കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കാണുന്നുണ്ടല്ലോ, ആ ബോർഡിലുള്ള എല്ലാ അക്ഷരങ്ങളും ഏറ്റവും ചെറുതുപോലെ അയാൾ വായിക്കുന്നുണ്ടല്ലോ, അയാള് ശരിക്കും കാഴ്ചയുള്ളവനാണ് എന്ന് സർട്ടിഫിക്കറ്റ് തരും. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പോലെയുള്ള സർട്ടിഫിക്കറ്റ് തരും. പക്ഷെ കാര്യങ്ങൾ കണ്ണ് തുറന്ന് കാണാൻ കഴിയാത്ത ആളുകളായിരിക്കും നല്ല പുറം കാഴ്ചയുള്ള ആളുകൾ തന്നെ. കണ്ണൊക്കെ ഉണ്ടാവും, കാഴ്ചക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, കണ്ണട വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവര് കാണുന്നില്ല. എവിടെയാണ് അവർക്ക് അന്ധത ബാധിച്ചിട്ടുള്ളത്? അത് അവരുടെ മനസ്സിനെ പിടികൂടിയിട്ടുള്ള ഒരു അന്ധതയാണ്. ഇതാണ് അള്ളാഹു കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. മാത്രമല്ല, പല അന്ധന്മാരുടെയും തന്നെ കാര്യത്തില്, വിഷ്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ തന്നെ ഫിസിക്കലായിട്ട് കാണാവുന്ന അവരുടെ കണ്ണുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കണ്ണുകളുടെ മറ്റേ കണ്ണിന്റെ വിവിധ ഭാഗങ്ങൾ ഒക്കെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ടായിരിക്കാം, പക്ഷെ കാഴ്ച ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയിൽ പതിയുന്ന ഇമേജസിനെ ബ്രെയിനിലേക്ക് നൽകി ആ ബ്രെയിനിൽ പ്രോസസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് കാഴ്ചയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ശാസ്ത്രം അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. കണ്ണുകൾ കാണുക എന്ന് പറഞ്ഞാൽ കണ്ണ് ക്യാമറയുടെ ലെൻസ് പോലെ ആണ്. ക്യാമറ എന്താണ് കാണുന്നത്? വിശേഷിച്ചൊന്നും കാണുന്നില്ല. ക്യാമറയുടെ ലെൻസിൽ പതിയുന്ന ഇമേജസ് പ്രോസസ് ചെയ്തുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ കാണുന്നു എന്നതാണ് വസ്തുത. അപ്പൊ ഇതേപോലെ കണ്ണുകൾക്ക് അതിന്റെ ഇമേജസിനെ ക്യാപ്ചർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും, പക്ഷെ ഒരാളുടെ ഹൃദയം അടഞ്ഞു കിടക്കുകയാണ്, അതിനെ ഇരുട്ട് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് അന്ധത ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇമേജസ് കണ്ണുകളിൽ പതിഞ്ഞത് കൊണ്ട് അയാൾ വല്ലതും കാണുമോ? അങ്ങനെ എത്രയോ അവസരങ്ങൾ നമുക്കൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. നമ്മള് മറ്റു പലരും കാണുന്ന സംഗതികള് പലതും കാണാതെയാണ് പല വഴിക്കും നടന്നു പോകുന്നത്. നമ്മളിങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ടാവും. അപ്പോ നമ്മള് കാണാത്ത പലതും വേറെ പലരും കാണുന്നുണ്ട്. അപ്പോ കാഴ്ച എന്നത് മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ. ഈ മനസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഖുലൂബ് എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. അപ്പോ നല്ല 100% അന്ധതയുള്ള ആളുകൾ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്നും നിർവഹിക്കുന്നത് നമ്മളെ വിസ്മയിപ്പിക്കും. ഒറ്റ തവണ ഒരു കെട്ടിടത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവർക്ക് അതിന്റെ മൂവ്മെന്റ്സിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി വെക്കും. ബാത്റൂം എവിടെയാണുള്ളത്, അടുക്കള എവിടെയാണുള്ളത്, കസേര എവിടെയാണുള്ളത്, തട്ടിത്തടയാൻ സാധ്യതയുള്ള സാധനങ്ങൾ എവിടെയുള്ളത്, ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കും. അപ്പൊ ഇവരുടെ കാഴ്ച പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കണ്ണുകൾ ഫങ്ഷണൽ അല്ല, പക്ഷെ അവരുടെ
മനസ്സ് അത്രയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർ വല്ലാത്ത എഫിഷ്യൻസി കാണിക്കുന്നത് പല കാര്യങ്ങളിലും. ഈ ഈ വിഷ്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, എനിക്ക് അങ്ങനെ ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ആളുകളുടെ കൂടെ ജോലി ചെയ്യാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പല കാര്യങ്ങളിലും നമ്മളെക്കാളൊക്കെ ഒരുപാട് ഹെഡാണ് അവർ. ഒരു ഒരു 300 വേർഡ്സ് പെർ മിനിറ്റോ ഒക്കെ വായിക്കുന്ന ഒരു കൊലീഗ് എനിക്കുണ്ടായിരുന്നു. 300-ലേറെ വാക്കുകൾ ഒരു മിനിറ്റിൽ വായിക്കാൻ കഴിയുന്ന അത്രയും ഫാസ്റ്റാണ് അയാള്. അതിന്റെ സ്ക്രീൻ റീഡിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ വരുന്ന സംഗതികൾ എത്രയും സ്പീഡ് കൂട്ടിക്കൊണ്ട് വായിച്ച് കേൾക്കാൻ പറ്റും. അപ്പൊ ഇയാള് എന്റെ തൊട്ടടുത്തിരുന്നിട്ട് ഇത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ റീഡിംഗ് നടത്തുമ്പോ നമുക്കൊരു കരകരേ എന്നുള്ള ശബ്ദം മാത്രമാണ് കേൾക്കുന്നുണ്ടാവുക. പക്ഷെ ഇയാള് സ്വന്തം കാതുകൾ കൊണ്ട് ഒരു നോവലോ അതുപോലെയുള്ള ഒരു വലിയ പുസ്തകമൊക്കെ വായിച്ച് കേൾക്കുകയാണ്. അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അയാള് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സ്ക്രീൻ റീഡിംഗ് സാധിക്കുന്ന ഒരു വിഷ്വലി ഡിസേബിൾഡ് ആയ ഒരാളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അയാളുടെ അക്കാര്യത്തിലുള്ള കഴിവ് അതിവിസ്മയകരമാണ്. നമ്മളൊരു മിനിറ്റിനകം ഒരു പാരഗ്രാഫ് പോലും ചിലപ്പോൾ വായിച്ചു തീർത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇയാള് പേജുകൾ തന്നെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. 100-300-ലധികം വാക്കുകൾ ഒരു മിനിറ്റിനകം വായിച്ച് കേൾക്കാനും അത് കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കാനും കഴിയും. അത് അസാധ്യമായ ചില ഒരു കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സാണ് യഥാർത്ഥത്തിൽ കണ്ണുകളുടെ പ്രവർത്തനം നിർവഹിക്കുന്നത്. ഫിസിക്കൽ ആയി ജസ്റ്റ് ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്നേ ഉള്ളൂ. ബ്ലൈൻഡ് ആയ ആളുകളുടെ കാര്യത്തിൽ ഇമേജസ് ക്യാപ്ചർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് വേറെ നിലക്കുള്ള സെൻസിബിലിറ്റി ഉണ്ട്. അത് അവരുടെ മൈൻഡിൽ പ്രോസസ് ചെയ്യുന്ന നല്ല ശീലിച്ച ആളാണെങ്കിൽ സാധാരണ സൈറ്റഡ് ആയ ആളുകളെക്കാൾ എത്രയോ വേഗതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വൈദഗ്ധ്യം അവർ നേടിയിട്ടുണ്ടാവും. അപ്പോ അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഭൂമുഖത്തൂടെ സഞ്ചരിച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയമുള്ളവരും കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാതുകളുള്ളവരുമാകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലേ എന്നതാണ് ചോദ്യം. എന്നിട്ട് പറയുന്നത് ഫൈനഹാലാ തഅമൽ അബ്സാറു, നിശ്ചയമായിട്ടും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ്. അവിടെ കൃത്യമായിട്ടും അള്ളാഹു ഏത് അവയവമാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. സദർ എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. ഫി സുദൂർ അതിന്റെ ബഹുവചനാണ് സുദൂർ എന്നുള്ളത്. അപ്പോ സുദൂറിലുള്ള നെഞ്ചകങ്ങളിലുള്ള ഖുലൂബാണ് അള്ളാഹ് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞെടുത്ത് അള്ളാഹു മനസ്സ് എന്ന ഒരാശയം സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഖുലൂബ് എന്നത് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ കൃത്യമായിട്ടും അള്ളാഹു ദൃഷ്ടിയെ പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്ധത ബാധിക്കുന്നത് നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളിലാണ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇത് ഒരുപക്ഷെ ആധുനിക വൈദ്യശാസ്ത്രവുമായിട്ട് യോജിച്ചു പോകാത്തൊരു നിരീക്ഷണമായിരിക്കും. ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് എന്നത്. അത് നമ്മളുടെ അറിവിന് ഒരുപാട് പരിമിതിയുണ്ട്. ശാസ്ത്രം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനിരിക്കുകയാണ്. അപ്പോ കൂടുതൽ ആ മേഖലയിൽ ഗവേഷണവും വെളിപ്പെടുത്തലും ഒക്കെ ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് അതിന് സമാന്തരമായിട്ട് ഖുർആന്റെ ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള സൂചനകൾ നമുക്ക് വരുന്ന ആളുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരും. എന്തായാലും കൃത്യമായിട്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് അന്ധത ബാധിക്കുന്നത് നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളിലാണ് എന്നാണ് ഇവിടെ നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫി സുദൂർ. എന്നിട്ട് അള്ളാഹു വിഷയത്തിലേക്ക് വരികയാണ്. വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, ഇവര് താങ്കളോട് പ്രവാചകരെ ധൃതി കാണിക്കുകയാണ്, ശിക്ഷ അങ്ങ് വന്നോട്ടെ എന്നുള്ള നിലക്ക്. അവരുടെ ധാർഷ്ട്യം അതാണ്. ഞങ്ങള് 7-8 കൊല്ലായിട്ട് മുഹമ്മദ് നിന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് എന്തൊക്കെ ദ്രോഹം ഞങ്ങൾ ചെയ്തു, എന്നിട്ടെന്തേ നീ താക്കീത് ചെയ്ത ശിക്ഷയൊന്നും വരാത്തത് എന്നതാണ് അവരുടെ ചോദ്യം. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് പോയതിന് ശേഷം തന്നെ
ഒരു തിരിഞ്ഞു നോട്ടം എന്ന നിലക്ക് മക്കയിലെ ആളുകളോട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോ യസ്തഅ്ജിലൂനക ബിൽ അദാബ്, പ്രവാചകരെ ശിക്ഷയുടെ കാര്യത്തില് അവര് താങ്കളോട് ധൃതി കാണിക്കുകയാണ്. എന്നാലും പറഞ്ഞോളൂ, വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു, അള്ളാഹു അവന്റെ മുന്നറിയിപ്പുകളായാലും താക്കീതായാലും അവന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും തന്നെ ലംഘിക്കുകയില്ല. അള്ളാഹു ഏതെങ്കിലും വിഷയത്തിൽ ഒരു വാഗ്ദാനം നടത്തിയിട്ടുണ്ട്. അത് ഗുണമുള്ളതായാലും ദോഷമായതായാലും എന്തായാലും വഴുത് രണ്ടർത്ഥത്തിലും ഉപയോഗിക്കുന്ന വാക്കാണ്. അള്ളാഹു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വലിയ പാരിതോഷികം തരുന്ന കാര്യത്തിലായാലും നിങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിലായാലും ആ വാഗ്ദാനം ഒരിക്കലും തന്നെ അള്ളാഹു ലംഘിക്കുകയില്ല. മാത്രമല്ല, വൈന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിന്റെ റബ്ബിന്റെ അടുക്കല് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങളുടെ, ഒരു സഹസ്രാബ്ദത്തിന്റെ തന്നെ ദൈർഘ്യമുള്ളതാണ്. വല്ലാത്തൊരു പ്രസ്താവനയാണത്. നമ്മളുടെ സമയസങ്കല്പങ്ങളെ മുഴുവനും തകിടം മറിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങളിപ്പോ 10 കൊല്ലം 15 കൊല്ലം ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കാണിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ചരിത്രത്തില് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള താക്കീതുകൾ സത്യമായി പുലർന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ചരിത്രത്തിൽ അതിന്റെ ശേഷിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി നിങ്ങൾക്ക് നടന്ന് സഞ്ചരിച്ച് കാണാം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, പിന്നെ ഈ 10-15 കൊല്ലം എന്നൊക്കെ പറയുന്നതോടുകൂടി അങ്ങ് തീർന്നു എന്ന് ധരിക്കണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാല് നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ളതാണ്. അപ്പൊ അത്രയും അനന്തമായ സമയത്തിന്റെ ഒരു മെഷർ മുന്നിലുള്ളപ്പോഴാണ് നിങ്ങൾ ഈ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും കാലം നിഷേധിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, മുഹമ്മദ് നിന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ എത്ര കാലം ഇവിടെ കഴിഞ്ഞു, എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അവര് ധാർഷ്ട്യത്തോടു കൂടി പറയുന്നതെങ്കിൽ അത് വലിയ സമയമായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കല് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന 1000 വർഷങ്ങളുടെയൊക്കെ ദൈർഘ്യമുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പറയുന്ന ആയത്തല്ല യഥാർത്ഥത്തിൽ. അതിന്റെ ഡ്യൂറേഷൻ അത്രയും വലുതാണ് എന്നത് കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. കൃത്യമായിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ് എന്നുള്ള ഒരു കൗണ്ടിങ്ങിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. അതിലും കൂടുതലാവാം ഒരു പക്ഷേ. അപ്പൊ അത് അതിന്റെ ഡ്യൂറേഷൻ എത്ര നീണ്ടു നിൽക്കുന്നതാണ് എന്നത് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങളുടെ ദൈർഘ്യമുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ കാലഗണനയൊന്നും ഒരുപാട് നീണ്ടുപോയി, ഒരുപാട് വൈകി, അള്ളാഹ് തോറ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചിതനായി എന്നൊക്കെയുള്ള കൺക്ലൂഷൻസിലേക്ക് നിങ്ങൾ എത്താൻ വരട്ടെ. ഇത് ഒരു ദിവസം പോലും ആവണില്ല. ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ആവില്ല. 1000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാലം എത്ര ഉണ്ട്? അതിൽ നിങ്ങളുടെ 10 കൊല്ലം എന്ന് പറയുന്നത് ഈ 24 hours വെച്ചുകൊണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മണിക്കൂർ പോലും ആവുന്നില്ലല്ലോ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എത്രയെത്ര നാടുകൾ നാം അവർക്ക് അവരുടെ അവധി എങ്ങനെ നീട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് സാവകാശം നൽകി. വഹിയ ലാലിമത്തുൻ, ആ നാടുകള് ധിക്കാരികളായ ആളുകളുടെ അല്ലെങ്കിൽ ആ നാട്ടുകാർ ധിക്കാരികളായിക്കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ലാലിമുകളായിട്ടാണ് അവർ നിലക്കൊണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോ അങ്ങനെ എത്രയെത്ര ഭൂപ്രദേശങ്ങൾ നാം അവർക്ക് അവരുടെ സാവകാശം അവർക്കായി നിശ്ചയിച്ചിരുന്ന ഒരു സാവകാശമുണ്ട്, അത് നാം നൽകി. അവര് ലാലിമുകളായിരിക്കെ തന്നെ ആ നാട് തന്നെ ലാലിമത്തായിട്ട് നിലക്കൊണ്ട സമയത്ത് പോലും നാം അവർക്ക് അവരുടേതായ സാവകാശം നൽകി. സുമ്മ അഖത്തുഹ, പിന്നീട് അതിനെ തുടർന്ന് നാം അവരെ പിടികൂടി, ആ നാടിനെ പിടികൂടി. വഇലയ്യൽ മസീർ, എന്നിട്ട് നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് മടക്കം.
ഇവരൊക്കെ തിരിച്ചു വരാനുള്ളത് നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എത്രയോ ഗ്രാമങ്ങൾ അല്ലെ എത്രയോ ജനവാസ കേന്ദ്രങ്ങൾ അവര് വലിയ അക്രമികളായിട്ട് വിരാജിച്ചുകൊണ്ടിരുന്നപ്പം ഭൂമി അടിമേൽ മറിക്കുന്ന വിധത്തിലുള്ള അഹങ്കാരം കാണിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴൊന്നും നമ്മൾ ഉടനെ കയറി നാം അതിൽ ഇടപെടുകയുണ്ടായിട്ടില്ല. അവരുടെ സാവകാശം അവർക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിയതോടെ അവരെ പിടികൂടുകയാണ്. അവര് തിരികെ എത്താൻ പോകുന്നത് ഉടനെ തന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. ഒന്ന് കണ്ണു ചിമ്മുന്നതോടുകൂടി ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ഭൂകമ്പം, ഒരു ഭൂമി കുലുക്കം, ഒരു സുനാമി പോലെയുള്ള ഒരു സംഗതി ഉണ്ടായാൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ മറുകരയിൽ എത്തുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1000 കൊല്ലം നമുക്ക് നീട്ടി തന്നാൽ പോലും നമ്മളിൽ ഒരു വിശ്വാസപരമായ മാറ്റം ഉണ്ടാവില്ല എന്നുള്ള വിധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായാൽ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ അത് അള്ളാഹിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്. അപ്പോ ഞങ്ങള് നിഷേധികളായി നിന്നിട്ട് ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാ ഉപദ്രവങ്ങളും ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ധാർഷ്ട്യത്തോടു കൂടി പറയുന്ന ആളുകളോടാണ് അള്ളാഹു ഈ കാര്യം കേൾപ്പിക്കുന്നത്. ഭൂമിയിലൂടെ ഇവര് സഞ്ചരിച്ചു നോക്കിയിട്ടില്ലേ? അവരുടെ ഹൃദയങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിവ് ആർജിക്കുന്ന വിധത്തിൽ, അവരുടെ കാതുകൾക്ക് വല്ലതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വളർച്ച നേടാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നതാണ് അന്ധത. ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുക, കണ്ണുകളെ അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെപ്പോ ബാധിച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, അതാണ് യഥാർത്ഥത്തിലുള്ള അന്ധത. വെളിച്ചം ഉണ്ടായാൽ പോലും നിങ്ങളത് കാണൂല. കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്. ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല. വിശുദ്ധ ഖുർആൻ എന്ന പ്രകാശ സ്രോതസ് അവരുടെ മുന്നിൽ തുറന്നു വെച്ചതുകൊണ്ട് കാര്യമില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ ഒരു സാന്നിധ്യമായി ഉണ്ടായിട്ടും അവർക്ക് കാര്യമില്ല. അത് കാണാൻ കഴിയണമെങ്കിൽ അവർക്ക് അന്ധത ബാധിക്കാത്ത ഹൃദയങ്ങൾ വേണം. അവരുടെ ഹൃദയങ്ങൾക്ക് അന്ധത വന്നിരിക്കുന്നു എന്നതാണ് വസ്തുത. അത് സ്വയം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതുകൂടി അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പലയിടത്തായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിൽ 46 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.